അങ്ങനെ പറയോ? ഇന്നലെ വൈകിട്ട് പറയുവാണെങ്കിൽ ഞങ്ങൾ ബസ് കോളേജ് വളരെ സമാധാനപരമായിട്ടാണ് പോയത്. ഞങ്ങളുടെ ഒപ്പം അവിടെ പ്രശ്നങ്ങളൊക്കെ ഒതുക്കി തീർത്തിട്ട് അപ്പോൾ അവിടെ ഒരു കൂട്ടം പോലീസുകാരെത്തി. അവർ ഞങ്ങളെ എല്ലാം അവിടെ നാട്ടിൽ പായിച്ചു. ഞങ്ങൾ അവിടുന്ന് ഞങ്ങളുടെ കോളേജിലേക്ക് തിരിച്ചു വരികയായിരുന്നു. ഞങ്ങൾ അടിക്കാനോ പിടിക്കാനോ ഒന്നും പോകുന്നില്ല. ഞങ്ങൾ സമാധാനപരമായിട്ട് പോകുന്നത്. ഞങ്ങൾ SFIയുടെ വിദ്യാർത്ഥികൾ അവിടെ വിഷയമുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളത് സോൾവ് ചെയ്യാൻ പോകുന്നതാണ്. അതെല്ലാം സോൾവ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് പോലീസുകാർ എന്തോ ആരോ ഒറ്റിക്കൊടുത്ത പോലെ, എന്തോ AVP-കാരോ ആരോ ഒറ്റിക്കൊടുത്ത പോലെ അത് ഞങ്ങളെ പുറകെ വരുമായിരുന്നു. അവരുടെ പുറകെ വന്ന് ഞങ്ങൾ ഓടിച്ചു. ഞങ്ങളുടെ കൂട്ടുകാരെ 3 പേരും മൃഗീയം മർദ്ദിച്ചു. അവരിപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുക, ഭാരത് ഹോസ്പിറ്റലിൽ കിടക്കുക. അതിനകത്ത് രാകേഷ് കുമാർ ഇപ്പം മരണത്തോടെ മല്ലടിച്ച് കിടക്കുകയാണ്. അവർ ലാത്തിക്കാണ് തലക്കടിച്ചത്. ഞങ്ങളെ ഓടിച്ചു. ഞങ്ങളെ 2.5 കിലോമീറ്ററോളം ഏകദേശം ഞങ്ങൾ ഓടിച്ചു. ഞങ്ങളെ കുറേ ജീപ്പിൽ കൊണ്ടുവിട്ടായിരുന്നു. ഞങ്ങൾ ഈ സുഹൃത്തിൻ്റെ കൈകൾ ഞങ്ങളിതിൽ ഓടിച്ചിട്ട് പക്ഷേ ഞങ്ങൾ ലാത്തി പൊള്ളിച്ച് വെച്ചത്. ഞങ്ങൾ 2 കിലോമീറ്ററോളം പൊള്ളിച്ച് വെച്ചതാ. ലാത്തി തീക്കകത്ത് കാണിച്ചിട്ട് കൊണ്ടു വെച്ചു. എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളായിരുന്ന ഷെയ്ഖിനെ പോലീസുകാർ ലൈംഗികമായി പീഡിപ്പിച്ചു. അത് ഞങ്ങൾക്ക് വളരെ ദുഃഖമുള്ള ഒരു കാര്യമായിരുന്നു. ഞങ്ങളിതിലെ ഓടിയപ്പോൾ ഞാനിവിടെ തടങ്കലിലാണ് ബോസ്. എന്നെ ജയിലിലേക്ക് ഇരിക്കുന്നു ബോസ്. നിങ്ങൾ എന്നെ രക്ഷിക്കുന്നില്ലേ? ഈ ക്ലാസ് മുഴുവൻ ഒരു ശാഖപൂർവമായ അന്തരീക്ഷമാണ്. നോക്കൂ, അവിടെ എല്ലാരും കരഞ്ഞു പിടിച്ച് കിടക്കുകയാണ്. നോക്കൂ, ഞങ്ങൾ എങ്ങനെ സന്തോഷിക്കും? ഞങ്ങളെ രാകേഷ് മരണത്തോട് മല്ലിട്ട്